വാ. അങ്ങനെ ഞങ്ങൾ വൈകിട്ട് വെറുതെ ഇങ്ങനെ ഇരുന്നപ്പോഴത്തേക്ക് പുറത്തോട്ട് പോകാമെന്ന് വിചാരിച്ച് അടുത്തുള്ളൊരു ഫ്രണ്ടിനെ വീട്ടിലോട്ട് പോയിട്ടോ. അവിടെ ചെന്നപ്പോഴത്തേക്ക് എൻ്റെ പൊന്നു ഗൈസ് ചെടികളുടെ സംസ്ഥാന സമ്മേളനം. ചെടികൾ കണ്ടു കഴിഞ്ഞാൽ പിന്നെ നമുക്കൊരെണ്ണം മേടിക്കാണ്ട് വരാൻ പറ്റത്തില്ലല്ലോ. അങ്ങനെ അടിനിയത്തിൻ്റെ വിത്ത് വന്നിട്ട് മുളപ്പിക്കുന്നത് ഞാൻ കേട്ടിട്ടേ ഉള്ളൂ. അവിടെ ഫുൾ അതായിരുന്നു ഗൈസ്. അങ്ങനെ അതും കുറച്ചെടുത്തു. സിസി പ്ലാന്റിൻ്റെ 2 വെറൈറ്റീസ് ഉണ്ടായിരുന്നു. എനിക്കത് വേണമെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് പാവൻ അവനാണെങ്കിൽ കഷ്ടപ്പെട്ട് ആൻറ്റിക്ക് വയ്യാത്തതുകൊണ്ട് അവൻ ഇങ്ങനെ എടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. അങ്ങനെ അതൊക്കെ കിട്ടി. നല്ല ഹാപ്പി ആയിട്ടോ ഞാൻ. അടിനിയത്തിൻ്റെ തൈ ആണെങ്കിൽ ഒരു ചട്ടിയിൽ, ആ ചട്ടിയാണെങ്കിൽ മഴവെള്ളം കൊണ്ട് ദ്രവിച്ച് പോയിട്ടോ. അങ്ങനെ നമ്മൾ എടുത്തപ്പോഴത്തേക്ക് ഫുള്ള് താഴെ വീണു. അങ്ങനെ അതിൽ നിന്നും കുറച്ചൊക്കെ എടുത്തിട്ട് നമ്മൾ കിളികളെയും എല്ലാവരോടും ബായൊക്കെ പറഞ്ഞിട്ട് നമ്മൾ പുറത്തിറങ്ങി. അതിന് ശേഷം നമ്മളൊരു ചായ പാസ്സാക്കാമെന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ചായയും പഴംപൊരിയൊക്കെ നമ്മൾ കഴിച്ചിട്ട് നേരെ +2 പഠിച്ച സ്കൂൾ നമ്മുടെ അടുത്തായിരുന്നു കേട്ടോ. അപ്പോൾ എനിക്ക് അവിടെ പോകണമെന്ന് പറഞ്ഞു. ഞാൻ വല്ലപ്പോഴൊക്കെ ഇങ്ങോട്ട് വരാറുള്ളൂ. അങ്ങനെ ഞങ്ങൾ അങ്ങോട്ട് പോയി. അപ്പോഴത്തേക്ക് അവിടെ അടുത്തെത്തിയപ്പോഴത്തേക്ക് ഞാൻ പറയുമായിരുന്നു, എടി ഇച്ചിരി സ്ലോ ആയിട്ട് പോയാൽ മതി, എന്തോരം മെമ്മറീസ് നമുക്ക് അയവിറക്കാൻ കാണുമല്ലേ. അതൊക്കെ കാണുമ്പോൾ നമുക്ക് നല്ലൊരു നൊസ്റ്റാൾജി ഫീലിംഗ് ആണ്. ഫുള്ള് എന്തോരം കളിച്ച് നടന്നിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ തിരിച്ച് വീട്ടിൽ വന്നു അതൊക്കെ കഴിഞ്ഞിട്ട്.